എടയാർ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ തീപിടുത്തം ഇനിയൊരു സാധാരണ അപകടമായി കാണാൻ കഴിയില്ല. ഇത് വ്യക്തമായ സുരക്ഷാ വീഴ്ചയുടെ ഫലമാണെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. സംഭവത്തിന് പിന്നാലെ നടത്തിയ പരിശോധനകൾ പല ഗുരുതര പിഴവുകളും പുറത്തു കൊണ്ടുവന്നു. കളമശ്ശേരി എടയാറിലെ സിജി ലൂബ്രിക്കൻസ് എന്ന കരിയോയിൽ കമ്പനിയിലുണ്ടായ അപകടത്തിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രധാന വിവരങ്ങൾ പുറത്തുവന്നത്. വർഷം തോറും നിർബന്ധമായി നടത്തേണ്ട കോയിൽ ടെസ്റ്റിംഗ് കമ്പനി ചെയ്തിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം ഡിസംബർ 26-ന് തന്നെ ഈ പരിശോധന നടത്തണമെന്ന് വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും 3 മാസം കഴിഞ്ഞിട്ടും കമ്പനി അതിനെ അവഗണിച്ചു. മുൻപ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയതിന് നേരത്തെ മാലിന്യ നിയന്ത്രണ ബോർഡ് പിഴ ചുമത്തിയ സ്ഥാപനമാണ് സിജി ലൂബ്രിക്കൻസ്. ഇത് വെറും ഒരു നടപടി പിഴവല്ല, മറിച്ച് തീപിടുത്തത്തിന് വഴിവെച്ച പ്രധാന കാരണങ്ങളിലൊന്നായിരിക്കാം. സാധാരണ താപനിലയേക്കാൾ ഇരട്ടിയിലധികം മർദ്ദത്തിൽ പരിശോധന നടത്തേണ്ട തെർമിക് ഫ്ലൂയിഡ് ഫീറ്ററിന്റെ കോയിൽ പരിശോധിച്ചിരുന്നില്ല. ഇത് വലിയ അപകട സാധ്യത ഉണ്ടാക്കുന്നതായി ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു. മാർച്ച് 26-ന് രാവിലെ 9 മണിയോടെയാണ് അപകടം നടന്നിരുന്നത്. പ്ലാന്റിനുള്ളിലുണ്ടായിരുന്ന ഏകദേശം 30ഓളം തൊഴിലാളികൾക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും ബീഹാർ സ്വദേശി ശത്രുഘ്നൻ അകത്ത് കുടുങ്ങുകയായിരുന്നു. വാൽവ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അദ്ദേഹം അഗ്നിബാധയിൽപ്പെട്ടത്. 22 വർഷമായി കേരളത്തിൽ താമസിച്ചിരുന്ന ശത്രുഘ്നന്റെ മരണം വലിയ ദുഃഖമാണ് ഉയർത്തിയത്. ഈ അപകടത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ ജില്ലാ കലക്ടർ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും കുട്ടികളുടെ പഠന ചെലവ് കമ്പനി ഏറ്റെടുക്കാനും ഭാര്യയ്ക്ക് ജോലി നൽകാനും നിർദ്ദേശം നൽകി. അതേസമയം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൽ പ്ലാന്റിന്റെ പ്രവർത്തനാനുമതി നിഷേധിക്കുകയും അടച്ചിടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകാനിടയുണ്ട്. സുരക്ഷാ പിഴവ് എന്നത് പല കാരണങ്ങളാലും സംഭവിക്കാം. അപകടകാരിയായ വസ്തുക്കൾ ശരിയായി സൂക്ഷിക്കാത്തത്, ഫയർ അലാം പോലുള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്തത്, അല്ലെങ്കിൽ നിയന്ത്രിത പ്രദേശങ്ങളിൽ അനധികൃത പ്രവേശനം അനുവദിച്ചതും ഇതിൽ ഉൾപ്പെടും. ചിലപ്പോൾ സാധാരണ പരിശോധനകൾ പോലും ശരിയായി നടത്താത്തത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മുൻകൂട്ടി നൽകിയ മുന്നറിയിപ്പുകൾ പാലിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. ഈ സംഭവം അതിന് അതെ എന്ന മറുപടി തന്നെയാണ് നൽകുന്നത്. സുരക്ഷയെ അവഗണിക്കുന്നതിന്റെ വില എത്ര വലുതാണെന്ന് ഈ ദുരന്തം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.